ISL 10ാം സീസണിലെ വിജയികളെ നമുക്ക് ഇന്നറിയാം. നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ് മുംബൈ സിറ്റി FCയെ നേരിടും. രാത്രി 7:30 മണിക്ക് കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ഇന്ന് മത്സരം നടക്കുക. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, എന്തൊക്കെയാണ് വിവരങ്ങൾ പറയൂ? ഗുഡ് മോർണിംഗ് SK. അങ്ങനെ ഇന്ന് ISLന്റെ കലാശക്കളി എത്തിയിരിക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുൻ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി FCയെയാണ് നേരിടുക. ഈ സീസണിൽ ഏറ്റവും 2 മികച്ച ടീമുകൾ തന്നെ ഫൈനലിൽ എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇരുവരുമായിരുന്നു ലീഗ് റൗണ്ടിൽ ഈ ടോപ്പ് പൊസിഷനിൽ എത്തിയത്. ATK അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് 1ാം സ്ഥാനത്തെത്തി ലീഗ് ഷീൽഡ് വിന്നേഴ്സായി. 2ാം സ്ഥാനത്തായിരുന്നു മുംബൈ സിറ്റിയുടെ സ്ഥാനം. സെമിയിലാകട്ടെ അവർ ഒരു മികച്ച പ്രകടനത്തോടു കൂടി തന്നെയാണ് അവർ ഫൈനലിലേക്ക് മുന്നേറിയത്. എന്തുകൊണ്ടും ഇന്ന് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഒരു ഉഗ്രൻ പോരാട്ടം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. 5ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഈ ഫ്രാഞ്ചൈസി ATK ആയിരുന്ന ടീം പിന്നീട് മോഹൻ ബഗാൻ ടീം 5ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുമ്പോൾ 2ാം കിരീടമാണ് മുംബൈ സിറ്റിയുടെ ലക്ഷ്യം. നേരത്തെ 2021-22 സീസണിൽ ഈ ATKയെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു മുംബൈ സിറ്റി കിരീടം നേടിയത്. ആ ഒരു കിരീടം ഇന്ന് ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുംബൈ സിറ്റി. മലയാളി താരങ്ങളും ഒക്കെ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മോഹൻ ബഗാന്റെ ഒരു സുപ്രധാന താരമാണ് നമ്മുടെ നേരത്തെ ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്ന സഹൽ അബ്ദുൾ സമദ്. അദ്ദേഹത്തിൻ്റെ ഒരു നിർണായക ഗോളിലാണ് ടീം ഫൈനലിൽ എത്തിയത് പോലും. അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനവും നമുക്ക് ഇന്ന് ഫൈനലിൽ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. ഒപ്പം തന്നെ കൊൽക്കത്തയുടെ നിര പരിശോധിക്കുകയാണെങ്കിൽ ഒരു മികച്ച ടീം തന്നെയാണ്. ദിമിത്രി പെട്രോറ്റോസ്, ജേസൺ കമ്മിങ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങളുടെ ഒരു നീണ്ട നിര, അനിരുദ്ധ് താപ്പെ ആവട്ടെ, മൻവീർ സിംഗ് ആവട്ടെ, ഇങ്ങനെ ഒരു മികച്ച ടീമുമായി തന്നെയാണ് മോഹൻ ബഗാൻ എത്തുന്നത്. മുംബൈ സിറ്റിയും ഒട്ടും മോശക്കാരല്ല. അവരുടെ താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ വിക്രം പ്രതാപ് സിംഗും ലാലിയൻ സുവാല ചാങ്തയും മുമ്പ് ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്ന ഹോഗ്ഗെ പെരേര ഡേയാസും ഒക്കെ തന്നെ ചേരുമ്പോൾ മുംബൈ സിറ്റിയും ശക്തരാണ്. ഒരു IPLും അല്ലെങ്കിൽ ലോകകപ്പിൻ്റെ ഒരു ട്രെൻഡിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതോടുകൂടി ഒരുപക്ഷെ ISLന്റെ ഫൈനൽ വന്നു എന്നുള്ളൊരു സംശയമൊക്കെ ആരാധകർക്കൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ വീണ്ടും ISL ശക്തമാണ്. ഇന്ത്യയിലെ 1ാം നിര ഫുട്ബോൾ ശക്തമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഫൈനൽ ഇന്ന് നമുക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ തന്നെ പുറത്തായതോടുകൂടി കേരളത്തിലൊക്കെ ഇതിൻ്റെ ഒരു ആവേശം കെട്ടടങ്ങിയിരിക്കുന്നു. പക്ഷേ ഒരു മികച്ച 2 ടീമുകൾ ഇന്ന് ഫൈനൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു മികച്ച മത്സരം തന്നെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് SK. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.